ലോകപ്പിറവി ദിനമായ നവംബർ 1 കേരളത്തെ എക്സ്ട്രീം പോവർട്ടി ഫ്രീ സ്റ്റേറ്റ്, അതായത് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഈ ലക്ഷ്യം കൈവരിക്കുന്ന രാജ്യത്തെ 1ാമത്തെ സംസ്ഥാനവും ലോകത്തെ 2ാമത്തെ പ്രദേശവുമാണ് കേരളം. എന്തുകൊണ്ടും മലയാളിക്ക് ഇത് അഭിമാന നിമിഷമാണ്. അതിദരിദ്രം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്തരമൊരു നേട്ടം കൈവരിക്കാൻ കേരളത്തിന് എങ്ങനെയാണ് സാധിച്ചത്? ഈ അവസരത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളും എതിർപ്പുകളും എന്തൊക്കെയാണ്? ഇക്കാര്യങ്ങളെല്ലാമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലെറ്റ്സ് ബി ഇൻഫോംഡ് ബിഫോർ വി ഡിബേറ്റ്. വെൽക്കം ടു ദി ഒപ്പീനിയൻ. അതിദരിദ്രർ എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ്ട്രീംലി പുവർ അഥവാ അതിദരിദ്രർ എന്നാൽ ബേസിക് ഹ്യൂമൻ നീഡ്സ്, അതായത് വ്യക്തിപരമായ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാഹചര്യമില്ലാത്ത ആളുകളാണ്. അതിദാരിദ്ര്യത്തെ പലതരത്തിൽ നിർവചിക്കാം. സാമ്പത്തിക ശേഷിയും വരുമാനവും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിലാദ്യത്തേത്. ആഗോളതലത്തിൽ വേൾഡ് ബാങ്ക് ഉപയോഗിക്കുന്ന മാനദണ്ഡമനുസരിച്ച് ഒരു ദിവസം ഒരു വ്യക്തിക്ക് $2.15 കുറഞ്ഞ വരുമാനം മാത്രമേയുള്ളൂവെങ്കിൽ അയാൾ അതിദരിദ്രനാണ്. മറ്റൊന്ന് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി അഥവാ ബഹുമുഖ ദാരിദ്ര്യമാണ്. അതായത് ഇതിൽ വരുമാനം മാത്രമല്ല, ജീവിതത്തിന്റെ മറ്റു മേഖലകളിലെ പരാധീനതകളും കൂടി കണക്കിലെടുക്കുന്നു. കേരള സർക്കാരിന്റെ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്കായി ഉപയോഗിച്ചതും ഈ ബഹുമുഖ സമീപനമാണ്. അതായത് ഭക്ഷണം, ആരോഗ്യം, പാർപ്പിടം, സാമൂഹ്യ രേഖകൾ, തൊഴിൽ, വരുമാനം തുടങ്ങിയവയുടെ ലഭ്യത കണക്കിലെടുത്തിരുന്നു. ചുരുക്കത്തിൽ അതിദാരിദ്ര്യമെന്നാൽ ഭക്ഷണം, ശുദ്ധജലം, സുരക്ഷിതമായ താമസസ്ഥലം, പ്രാഥമിക വിദ്യാഭ്യാസം, അടിസ്ഥാന ചികിത്സ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത, ഓരോ നിമിഷവും അതിജീവനത്തിനായി കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. കേരളം എങ്ങനെയാണ് ഈ നേട്ടം കൈവരിച്ചത് എന്ന് നോക്കാം. 2021 നീതി ആയോഗ് സർവേ പ്രകാരം കേരളത്തിൽ ജനസംഖ്യയുടെ 0.7% മാത്രമായിരുന്നു ദരിദ്രർ. 2021 അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനം കേരളം അതിദാരിദ്ര്യ വിമുക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതായിരുന്നു. ഇതിനായി എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം EPEP അഥവാ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ചു. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത താഴെ തട്ടിലുള്ള ജനകീയ പങ്കാളിത്തമാണ്. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ ആശാവർക്കർമാർ, അങ്കണവാടി പ്രവർത്തകർ, പ്രാദേശിക പ്രതിനിധികൾ എന്നിവർ ചേർന്ന് നടത്തിയ ശാസ്ത്രീയവും സമഗ്രവുമായ സർവേയിലൂടെ കേരളത്തിലെ 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത, റേഷൻ കാർഡോ ആധാർ കാർഡോ പോലും ഇല്ലാത്ത ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർ നിരവധി പേർ ഇവരിലുണ്ടായിരുന്നു. ഓരോ കുടുംബത്തിന്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടുതന്നെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവനമാർഗം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക കാര്യങ്ങളിൽ ഓരോ കുടുംബത്തിനും പ്രത്യേക മൈക്രോ പ്ലാൻ രൂപീകരിച്ചു. സർക്കാരിന്റെ വിവിധ പദ്ധതികൾ വഴി ലഭ്യമായ എല്ലാ സഹായങ്ങളും സേവനങ്ങളും സംയോജിപ്പിച്ചും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുമാണ് ഈയൊരു നേട്ടം കൈവരിച്ചത്. പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് പൂർത്തിയായി വരികയാണെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഈ അവസരത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളും എതിർപ്പുകളും എന്തൊക്കെയാണ്? കേരളത്തിൽ ഇപ്പോൾ 148 കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടക്കുന്നുണ്ട്. ഇതിൽ 60% ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ്. കേരളം അതിദാരിദ്ര്യ വിമുക്തമായെന്ന് പ്രഖ്യാപിച്ചതിനാൽ കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇനി തുടരേണ്ടതില്ലെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന പൊതുവിതരണ സമ്പ്രദായത്തിൽ 4 വിഭാഗങ്ങളുണ്ട്. അതിൽ അതിദരിദ്രരെ അന്ത്യോദയ അന്ന യോജന എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഞ്ഞ കാർഡ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരത്തിൽ 5.92 ലക്ഷം കുടുംബങ്ങളുണ്ട്. ഇവർക്ക് സംസ്ഥാന സർക്കാർ 2023 മുതൽ സൗജന്യമായി അരിയും ഗോതമ്പും നൽകുന്നുണ്ട്. അരിക്ക് കിലോയ്ക്ക് 3 രൂപ, ഗോതമ്പിന് 2 രൂപ എന്ന നിരക്കിലാണ് കേന്ദ്ര സർക്കാർ ഇവ നൽകുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ അതിദരിദ്രരുടെ കണക്കെടുത്തപ്പോൾ 5.92 ലക്ഷം കുടുംബങ്ങളുടെ സ്ഥാനത്ത് വെറും 64,006 കുടുംബങ്ങളെ ഉള്ളൂ. അപ്പോൾ അന്ത്യോദയ അന്ന യോജനയുടെ ഗുണഭോക്താക്കളായ ശേഷിച്ച 5 ലക്ഷത്തിലേറെ അതിദരിദ്രർ എവിടെ പോയി?
ഇപ്പോഴും അതിദരിദ്രരെന്ന ലേബലിൽ മഞ്ഞ റേഷൻ കാർഡിൽ അന്ത്യോദയ അന്ന യോജനയുടെ ഗുണഭോക്താക്കളായ ഇവരെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഒന്നും പറയുന്നില്ല. കേരളം അതിദാരിദ്ര്യ വിമുക്തമാകുമ്പോൾ അതിദരിദ്രർക്കു വേണ്ടിയുള്ള ഈ അന്ത്യോദയ അന്ന യോജന പദ്ധതിക്ക് അർഹരായവർ കേരളത്തിൽ ഇല്ല എന്നാണ് അതിനർത്ഥം. അതായത് പ്രസ്തുത പദ്ധതിയുടെ ഗുണം സംസ്ഥാനത്ത് ആർക്കും ലഭിക്കേണ്ടതില്ല എന്നർത്ഥം. ഇതുമാത്രമല്ല, കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരം ഒരു വരുമാനവുമില്ലാത്തവർ, 2 നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, റേഷൻ കിട്ടിയാലും പാചകം ചെയ്യാൻ കഴിയാത്തവർ, ആരോഗ്യസ്ഥിതി മോശമായവർ തുടങ്ങിയ അതിദരിദ്രർ അഗതികൾ എന്ന ഗണത്തിൽപ്പെടുന്നവരാണ്. ഇവരെയാണോ സർക്കാർ അതിദരിദ്രർ എന്നു കണക്കാക്കി അതിദാരിദ്ര്യ വിമുക്തി നേടിയത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. 2002 അന്നത്തെ കേരള സർക്കാർ അഗതി കുടുംബങ്ങളെ കണ്ടെത്തി സഹായം നൽകുന്ന ആശ്രയ പദ്ധതി ആരംഭിച്ചിരുന്നു. ഇതിന് 2007 പ്രധാനമന്ത്രിയുടെ അവാർഡും ലഭിച്ചിരുന്നു. ആ പദ്ധതിയുടെ ആദ്യ ലിസ്റ്റിൽ തന്നെ 1,18,309 അതിദരിദ്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പിന്നീട് എങ്ങനെയാണ് 64,006 കുടുംബങ്ങളായി ചുരുങ്ങിയത്? ഇതേക്കുറിച്ചും സംസ്ഥാന സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. 2011 സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന 1,16,000 ആദിവാസി കുടുംബങ്ങളിലായി 4,85,000 ആദിവാസികൾ മാത്രമുണ്ട്. എന്നാൽ സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്ന അതിദരിദ്രരുടെ കണക്കനുസരിച്ച് എല്ലാ വിഭാഗങ്ങളിലും പെടുന്ന അതിദരിദ്രർ വെറും 64,006 കുടുംബങ്ങൾ മാത്രമാണ്. അതായത് അതിദരിദ്രരായ ആദിവാസികളുടെ മാത്രം എണ്ണത്തിന്റെ വെറും 5.5% മാത്രം. ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെ തന്നെയും പല കണക്കുകളും സർവേകളും പറയുന്നത് കേരളത്തിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെന്നാണ്. അതിദരിദ്രർക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ അന്ത്യോദയ അന്ന യോജനയുടെ ഉപഭോക്താക്കൾ മാത്രം 5.92 ലക്ഷം കുടുംബങ്ങളാണ്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ അതീവ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ കണക്കനുസരിച്ച് ഇത് വെറും 64,006 കുടുംബങ്ങൾ മാത്രമാണ്. കണക്കുകളിലെ വലിയ വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് സാധൂകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഫണ്ടുകളും വിദേശ സഹായങ്ങളും ഉൾപ്പെടെയുള്ളവ നിലയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ആസൂത്രണത്തെയും ബജറ്റിനെയെല്ലാം താളം തെറ്റിച്ചേക്കാം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ കേരളം കൈവരിച്ച ഈ ചരിത്ര നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭൂപരിഷ്കരണം തുടങ്ങിയ മുൻകാല സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ തുടർച്ചയായി ഇതിനെ കാണാം. എന്നാൽ ഈ നേട്ടം പ്രഖ്യാപിക്കുമ്പോൾ ഉയർന്നുവന്ന വിമർശനങ്ങളെയും തർക്കങ്ങളെയും ഗൗരവത്തോടെ തന്നെ കാണണം. കണക്കുകളിലെ കൃത്യത, വിവരങ്ങളിലെ ആധികാരികത, ആദിവാസികൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങളുടെ പങ്കാളിത്തം, രാഷ്ട്രീയ മുതലെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളെ വിമർശകർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം കൃത്യമായ മറുപടി പറയേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. ഈ പ്രഖ്യാപനം ഒരു അവസാനമല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പായി മാത്രം കണ്ട് സുസ്ഥിര പ്രയത്നം ചെയ്യുകയാണ് വേണ്ടത്. ഭരണപക്ഷവും പ്രതിപക്ഷവും നാം ഓരോരുത്തരും അതിൽ പങ്കാളികളാവുകയും വേണം. That's it for today. Thank you for watching.